മഴക്കാലം സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മഴക്കാലത്ത് നല്ല ചൂട് ചായ കുടിക്കാന്നല്ലേ. കഴിഞ്ഞ ദിവസം നല്ല മഴ പെയ്തപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു എവിടെയെങ്കിലും പോയി നല്ല ചൂട് ചായ, നല്ല കുറച്ച് കടക് ചായ കുടിക്കാൻ പറ്റും. പക്ഷെ എന്നാലും നമ്മൾ ദുബായിലാണല്ലോ, നമുക്ക് അങ്ങനെ ചെറിയ സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മളെപ്പോഴും ചായ കുടിക്കാറുണ്ട്. പക്ഷെ ദുബായിയുടെ ഫുൾ ഒരു ഡൗൺ ടൗണൊക്കെ ഇങ്ങനെ വ്യൂ ചെയ്തിരുന്ന ചായ കുടിക്കാൻ പറ്റിയ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇറ്റ്സ് കോൾഡ് ദ കറക് ഹൗസ്. വന്ന ഉടനെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ കടക് ചായ തന്നെയാണ്. ഇവിടെ കടക് ചായ കൊടുത്ത് നല്ല പറാട്ടാസ് കിട്ടും. പറാട്ട എന്ന് പറഞ്ഞാൽ നല്ല കീമ പറാട്ട ഉണ്ട്, അതുപോലെ ഓംലെറ്റ് പറാട്ടാസ് ഉണ്ട്. സോ വി ഹാവ് സം നൈസ് ഫുഡ് ഓൾസോ റെഡി. ആക്ച്വലി കറക് എന്ന് പറയുന്ന പേര് ഞാൻ ആക്ച്വലി ഡൗൺ ടൗണിൽ ഇങ്ങനെ ഒരു കട വരാനായിട്ട്, കറക് എന്നത് ഞാൻ ഇത്ര നാൾ വിചാരിച്ചിരുന്നത് നമ്മുടെ ഇന്ത്യൻ ആയിരിക്കും എന്നാണ്. പക്ഷെ ഇത് ഓസ്ട്രേലിയക്കാർ വരെ ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ വാദിച്ചു തുടങ്ങി. ഒരിക്കലും ഇല്ല, കാരണം എത്ര നാളായിട്ട് നമ്മുടെ നാട്ടില് കടക്ക് കടക്ക് നമ്മൾ പറയുന്നത്. Oh, it comes like this. So basically, we've got chai with saffron on it. And നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സ്വാദ് ബരെ, ശക്തി ബരെ, പാർലേജി ബിസ്ക്കറ്റും ഉണ്ട്. അപ്പം നമ്മുടെ ഒരു നാടൻ ചായ ഇരുന്ന് കുടിക്കുന്ന ഒരു അങ്ങനെയാണ് ഇവിടുത്തെ ഫുഡും ചായയൊക്കെ. പക്ഷെ ആംബിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡൗൺ ടൗൺ ആംബിയൻസിൽ ഭയങ്കര രസമുണ്ട് ആക്ച്വലി. അങ്ങനെ ഞങ്ങളൊരു കീമ പറാട്ട പറഞ്ഞു, അതുപോലെ തന്നെ നമ്മളൊരു എഗ് പറാട്ടയും പറഞ്ഞു. സോ എഗ് പറാട്ട അല്ല, നമ്മൾ കീമ പറാട്ട ട്രൈ ചെയ്തോണ്ട് ട്രൈ ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യാലിറ്റീസ് ആയിരുന്നു നമ്മൾ ഒമാനി ചിപ്സിന്റെ ഒരു പറാട്ട ചീസ് ആൻഡ് പറാട്ട. ഓർഡർ ചെയ്തില്ല. അപ്പൊ കറക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ ചായ കുടിക്കണ്ടേ. സോ ഇവരുടെ ചായ നമുക്ക് ആദ്യം വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മാത്രം ചായയുടെ കപ്പിനുള്ള വ്യത്യസ്തമുണ്ടോ? ഇത് എന്റെ ടൈപ്പ് ഓഫ് ഒരു ചായ അല്ല, കാരണം ഇതിനകത്ത് മറ്റേ സാഫ്രോണും അങ്ങനെയൊക്കെ ഇട്ടിരിക്കുന്ന ചായയാണ്. അതിന്റെ കപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വേറൊരു കണ്ടെയ്നറിനും ഒരു കണ്ടെയ്നറിനാണ് ഒരു ചായ തരുന്നത്. ഇവിടുന്ന് കുടിച്ചു തീർക്കാൻ പറ്റിയ അടച്ചു വീട്ടിൽ കൊണ്ടോ ചായ നല്ല സൂപ്പറായിട്ട്, കാരണം മുകളിൽ മറ്റേ സാഫ്രോൺ ഇട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ്. Maggie, today I am going to pay the bill. First, so tell us, 2 സാൻഡ്വിച്ച്, കീമ സാൻഡ്വിച്ച്, എഗ് സാൻഡ്വിച്ച്, 3 ചായ, ഇതിനെല്ലാം കൂടെ നമ്മൾ എത്ര രൂപ കൊടുക്കണം? 2 സാൻഡ്വിച്ച്, 3 ചായക്കും കൂടെ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് 100 dirhams. എത്ര? 100 dirhams. അതാണ് ദുബായിന്റെ സ്പെഷ്യൽ. അതുകൊണ്ട് ഇന്ന് അർഫാസ് ആയിരിക്കും ബില്ല് ചെയ്യാൻ വേണ്ടി. കുഴപ്പമില്ല, ഐ ക്യാൻ പേ ദ ബിൽ. ഇറ്റ്സ് ഓക്കെ മാഗി. പക്ഷേ ദുബായ് സച്ച് എ നൈസ് പ്ലേസ് ലൈക്ക് ദിസ്. നമുക്ക് 1 dirhams ഉണ്ടെങ്കിലും ചായ കുടിക്കാം, 100 dirhams ഉണ്ടെങ്കിലും ചായ കുടിക്കാം ഇവിടെ. ഓക്കെ, അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ ബിഗ് എക്സ്പീരിയൻസ് നമ്മൾ ഡൗൺ ടൗണിലെത്തി. പക്ഷേ ഡൗൺ ടൗണിലെത്തിയിട്ട് we wanted to have something which is more close to our heart, especially it's a rainy season. So we came to this place called the Karak House. ഇതൊരു ഇന്ത്യൻ എമിറാത്തി ക്യൂസീൻ രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഈറ്റ് ഔട്ട് ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ രാവിലെ സമയത്താണ്. രാവിലെ രാത്രി നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ്. കേരളത്തിലെ കുറെ നല്ല ഇന്ത്യൻ ഫുഡും ഇവിടെ ലഭ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൂട് ചായ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പറാട്ട, അങ്ങനെയുള്ള നമ്മുടെ ചെറിയ നമുക്ക് ഇന്ത്യൻ ക്വിസീനകത്ത് ഒഴിവാക്കാൻ പറ്റാത്ത ചില സാധനങ്ങളൊക്കെ ഇവിടുത്തെ മെനുവിലുണ്ടെന്നാണ് കേട്ടത്. Yeah, probably, and this is owned by an Emirati. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ ഫുഡിനോടുള്ള ലവ് ആണ് ഈ ഒരു കരക് ഹൗസ്. It's nice, come here, when the weather is perfect, when it's a great evening, you want to have കുറച്ചൊരു ഹൈ എൻഡ് ചായ എങ്കിൽ obviously we recommend Karak House to you on our big experience. See you next time. Bye bye.